കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ജൂൺ 3-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സൂചന. വൈകിട്ട് 4 മണിക്ക് പരിപാടി നടത്താനാണ് ഉദ്ദേശം. പുതിയ മന്ത്രിസഭയിൽ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനകം ചേരും. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, ജൂൺ 3 അതിൽ തീരുമാനമായോ? മാത്രമല്ല, സിദ്ധരാമയ്യ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടില്ലേ കാര്യമായി? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജൂൺ 3-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താനാകുമെന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ഡി.കെ. ശിവകുമാർ ഉയർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തി. ഇന്ന് അല്പസമയത്തിനകം നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഡി.കെ. ശിവകുമാറിനെ ഔദ്യോഗികമായി നേതാവായി തിരഞ്ഞെടുക്കും. അതോടുകൂടി പിന്നീട് സത്യപ്രതിജ്ഞയ്ക്കുള്ള ചടങ്ങുകൾക്കുള്ള പരിപാടികൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും 3-ാം തീയതി ഇത് സാധ്യമാകും എന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. 4 മണിയോടുകൂടി ഇത് നടത്താനാകും, സത്യപ്രതിജ്ഞ നടത്താനാകും എന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ലോക് ഭവനിലെത്തി ഗവർണറുമായൊക്കെ ചില ചർച്ചകൾ ഡി.കെ. ശിവകുമാർ നടത്തിയിരുന്നു. മാത്രവുമല്ല, കോൺഗ്രസ് നേതൃത്വവുമായും ഡി.കെ. ശിവകുമാർ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി. മറ്റൊരു പ്രധാന കാര്യം, ഈ ഡി.കെ. ശിവകുമാറിനൊപ്പം മറ്റാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നതാണ് മറ്റൊരു സുപ്രധാനമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുക. ഏതായാലും സതീഷ് ജാർക്കിഹോളി ഒരു മുഖ്യമന്ത്രിയായി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ. അത് ഈ യോഗത്തിന് ശേഷം അത് ഔദ്യോഗികമായ അതിൻ്റെ ഒരു നിലപാട് പുറത്തു വരും. ഏതായാലും സതീഷ് ജാർക്കിഹോളിക്ക് സുപ്രധാനമായൊരു വകുപ്പുണ്ടാവും. ഉപമുഖ്യമന്ത്രിയായി കൂടി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. 2ാമത്തെ ആൾ സിദ്ധരാമയ്യയുടെ മകനായിരിക്കും എന്ന ചില വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും അതിന് സ്ഥിരീകരണം ആയിട്ടില്ല. ഏതായാലും സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര ഇവിടെ ഈ മന്ത്രിസഭയിൽ സിദ്ധരാമയ്യയുടെ മകൻ എത്തും. പക്ഷേ അത് ഉപമുഖ്യമന്ത്രി ആയിട്ടാണോ അതോ അല്ലാതെ മന്ത്രിയായിട്ടാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഉപമുഖ്യമന്ത്രിയായി എത്തണം എന്നൊരാവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല മന്ത്രിമാരുടെയും പേരുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായി വരുന്നത് ഈ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്കൊപ്പം എസ് പൊന്നണ്ണയുണ്ട്, അതുപോലെ ഭൈരതി സുരേഷും എച്ച് മഹാദേവപ്പയും ഒക്കെ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. പ്രിയങ്ക് ഖാർഗെ മന്ത്രിസഭയുടെ ഭാഗമാകും. എം.ബി. പട്ടേൽ, ജി പരമേശ്വര, അതുപോലെ കൃഷ്ണ ബൈർ ഗൗഡയും സന്തോഷ് ലാഡും ഒക്കെ മന്ത്രിസഭയിൽ സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്ന് വ്യക്തമായിട്ടുണ്ട്. ദിനേഷ് ഗൗഡ് റാവുവും അതുപോലെ റിസ്വാൻ അർഷാദും നമ്മുടെ യു.ടി. ഖാദർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സുപ്രധാനമായ നേതാവാണ് കർണാടക കോൺഗ്രസിലെ യു.ടി. ഖാദർ. സ്വാഭാവികമായും യു.ടി. ഖാദറും ഈ മന്ത്രിസഭയുടെ ഭാഗമാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ദളിത് നേതാക്കൾക്ക് ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനം കെ.എച്ച്. മുനിയപ്പയ്ക്ക് നൽകണം എന്നൊരാവശ്യം ദളിത് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ചിലയിടങ്ങളിൽ അവർ ഇപ്പോൾ കെമ്പഗൌഡ വിമാനത്താവളത്തിന് പുറത്തൊക്കെ അവർ പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ഭാഗമായി പരിഗണിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയർന്നത്. ഇതൊക്കെ എങ്ങനെ ഒരു അന്തിമ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുമെന്നത് ഇനി നോക്കിക്കാണേണ്ട. ഏതായാലും ഇനി ഡി.കെ. യുഗം എന്ന കാര്യത്തിൽ തർക്കമില്ല. റൈറ്റ്, ഇനി ഡി.കെ. യുഗമാണ് കർണാടകയിൽ വരാൻ പോകുന്നത്. ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ജൂൺ 3-ന് ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. മനു ഭരതാണ് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.